ഇന്ന് രാവിലെ തന്നെ ഒരു യാത്രയാണ് കേട്ടോ. കുറച്ചധികം ദൂരമുണ്ട്. വേറെ ഒരിടവും അല്ല പോകുന്നത്, എൻ്റെ കോളേജിലോട്ടാണ് പോകുന്നത്. ഞാനൊരു 2-2.5 മാസത്തോളമായി കോളേജിലോട്ട് പോയിട്ട് വേറൊന്നും കൊണ്ടല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ജോബിന് എന്തെങ്കിലും കയറാം. ഇത് ഇച്ചിരി ട്രാവലിംഗ് ദൂരം ആയതുകൊണ്ട് വല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി. എനിക്ക് ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ജോബിന് കയറാമെന്ന് വിചാരിച്ച് ഞാൻ 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേനും ഇൻ്റർവ്യൂ ചെയ്യുന്ന ഡോക്ടേഴ്സും HR ഒക്കെ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ലാബ് ടെക്നീഷ്യൻ ജോബ് ഇനിയും ഫ്യൂച്ചറിൽ ചെയ്യാം, അതിനൊക്കെ കാലം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്തൂടെ എന്നാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴത്തേനും ഫുഡി ഫൈസിയുടെ മുഖത്ത് കാർമേഘം വന്ന് ഉദിക്കുന്നത് പോലെ ഒരു ഫീല്. ഇക്കാക്ക് ഞാൻ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഇതിലാണ് കോളേജിൽ പോകുന്നത്. എന്താവും എന്നൊന്നും അറിയത്തില്ല, കാരണം ഞാൻ കോളേജിൽ നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ജോബിന് പോകുന്ന കാര്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെയും പഠിക്കാം എന്നുള്ളത് തീരുമാനിച്ചു. ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജിയാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് റിസർച്ചും വരുന്നുണ്ട്. അപ്പം ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് ആരോട് പറഞ്ഞാലും നിർത്തല്, ഡ്രോപ്പ് ചെയ്യൽ, കണ്ടിന്യൂ ചെയ്യണം എന്നേ അറിയാമെന്നുള്ളവരൊക്കെ പറയുന്നുള്ളൂ. അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ കോളേജിലോട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്ലാൻ ആക്കിയത്. കാരണം കോളേജ് ബസ്സിൽ അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട് 2 മണിക്കൂർ ട്രാവലിംഗ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാലിലൊക്കെ നന്നായിട്ട് നീര് കയറി വല്ലാത്ത ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, കിഡ്നി പ്രോബ്ലം അങ്ങനെ കുറച്ചധികം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യം അലിയോട് പറഞ്ഞപ്പം അലി ഭയങ്കരമായിട്ട് ബഹളവും കരച്ചിലും, വേണ്ട അങ്ങനെ ഉമ്മച്ചി പഠിക്കാൻ പോകണ്ട, പിന്നെ അവൻ കുഞ്ഞായതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല, അപ്പോൾ തൽക്കാലം പിന്നെയും ബസ്സിൽ തന്നെ പോയിട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അവന് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഹോസ്റ്റൽ എന്തെങ്കിലും ചെയ്യാം, ഇപ്പം ബസ്സിൽ തന്നെ പോവാം എന്നുള്ള ഇതിലാണ് കോളേജിൽ പോകുന്നത്. ഇനി കോളേജിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പം കോളേജ് എത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ പുറത്തോട്ട്, അതായത് ബോയ്സ് ഹോസ്റ്റലിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോഴത്തേനോ ഇന്ന് സ്പോർട്സ് ഡേ. അപ്പം ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് സ്പോർട്സ് നടക്കുന്നത്. അവിടെ വലിയ ഗ്രൗണ്ടുണ്ട്. അങ്ങനെ അപ്പം നേരെ കോളേജിലോട്ടെത്തി. കോളേജ് ഇൻഷാല്ലാ വരും വീഡിയോസിൽ ഞാൻ ഫുള്ളും കാണിച്ചു തരാം. ഒരു ലോകം തന്നെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇന്ന് എനിക്ക് ഒരിടവും ചുറ്റിക്കറങ്ങാനും കാണിക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കോളേജിലെ കുറച്ച് കയറുന്ന ആ പോർഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ HOD മാമിനെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ മാമിനോടൊക്കെ സംസാരിച്ചപ്പം ഭാഗ്യത്തിന് എനിക്ക് ആബ്സെൻറ്റീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, D-ബാറൊന്നും വന്നിട്ടില്ല. അപ്പം കണ്ടിന്യൂ ചെയ്യാം എന്നായിരുന്നു മാം പറഞ്ഞത്. അങ്ങനെ മൺഡേ മുതൽ ഇനി ക്ലാസ്സിലോട്ട് പോകണം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം എൻ്റെ ബൂസ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട് കോളേജിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ജ്യൂസും പപ്സും ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അങ്ങനെ ഒരു പപ്സും കഴിച്ചു, ഒരു സോഡ ലൈമും കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം സോഡ ലൈമ് തന്ന ഗ്ലാസ്സിൽ കുറച്ച് അഴുക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നീറ്റ് ചെയ്യണമെന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.